എല്ലാ സേവനങ്ങളും ചെയ്യും. രാജ്യസഭ സെക്രട്ടറി എന്ന നിലയിൽ, ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ, ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എല്ലാ പ്രവർത്തനവും നടത്തിയ പീരുമേട് ഡോക്ടർ തൊഴിലാളി യൂണിയന്റെ ഭാരവാഹി എന്ന നിലയിൽ പ്രവർത്തനങ്ങളുടെ നേതൃത്വത്തിലുള്ള മാതൃകയായ ആളാണ് ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ പീരുമേട് ഡോക്ടർ തൊഴിലാളി യൂണിയൻ ഒരു വലിയ പ്രബല ശക്തിയായിരുന്നില്ല എന്ന ഘട്ടത്തിലാണ് രാജ്യവും ഇന്ന് ഇടുക്കി ജില്ലയിലെ പ്രമുഖ സംഘടനയായ BJP മാറ്റാൻ പീരുമേട് ഡോക്ടറിലെ ഏറ്റവും വലിയ നേടിയുള്ള പ്രസ്ഥാനമായി പ്രസ്ഥാനത്തെ മാറ്റാൻ പീരുമേട് താലൂക്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളിൽ ജയിക്കുന്നത് ഉറപ്പാക്കാൻ സഹാവ് രാജ്യങ്ങളുടെ പങ്ക് നിസ്തുലമാണ് എന്ന കാര്യം ഞാൻ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. സഹാബ് തോമർബാദിന്റെ ആകാശത്തിലാണ് നമ്മൾ എത്തിക്കുന്നത്. ദീർഘനാഥം നമ്മുടെ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കാനുള്ള വാഴപ്പമുള്ള സേവന സന്നദ്ധത്തിലുണ്ടായിരുന്ന നാടായിരുന്നു സഹാബ് രാജ്യം എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിക്കുന്നു. സഹാബ് രാജ്യയുടെ പിതാവ് നമ്മളോടൊപ്പം ഈ സ്റ്റേജിൽ. ആ മാതാപിതാക്കൾ നമ്മുടെ പ്രധാനത്തിന് നൽകിയ വരദാനമായിരുന്നു സഹാബിയെ രാജീവെന്ന കാര്യം നിഷ്ഠൂലമായി സ്വന്തം കുടുംബജീവിതം പോലും വകവയ്ക്കാതെ ആരോഗ്യ പ്രതിസന്ധി രോഗം വന്നപ്പോൾ പോലും ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ ശാസിച്ചിട്ടുണ്ട്. രോഗകാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതിൻ്റെ ഉണ്ടെന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. വലിയ സംഭാവന പീരുമേട് താലൂക്കിലെ പാർട്ടിക്കല്ല, ജില്ലാ സെക്രട്ടേറിയറ്റ് പറഞ്ഞാൽ ജില്ലാ പാർട്ടിക്ക് സംഭാവന ചെയ്ത ഈ ജില്ലാ പാർട്ടിയെ എല്ലാ അർത്ഥത്തിലും സഹായിക്കാൻ നയിക്കാൻ കഴിയുന്ന ഒരു കേരള സഹം രാജീവ് എന്ന കാര്യം അതിനുള്ള സംഘടനാപരമായ ശേഷി പശ്ചാത്തലപരമായ ദൃഢത സഹം രാജീവിനുണ്ടായിട്ടുള്ള കാര്യം ഞാൻ സഹാബ് രാജ്യവും വിട്ടുപിടിച്ചത് ഇന്നേ ദിവസമാണ്. സഹാബിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് സഭാ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ആദ്യകാലത്തെ നിർമ്മിക്കാൻ ഞാൻ സഹാബിന്റെ രാജ്യത്തെ അനുസ്മരണം സ്മരിക്കുന്നതിന് വേണ്ടി ഒത്തുകൂടിയിരിക്കുന്ന നിങ്ങളുടെ വികാരപരമായ കാഴ്ചപ്പാടിനോട് ഞാനും ഒത്തുചേരുന്നു, താതാത്മ്യം പ്രാപിക്കുന്നു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അത്തരമാർന്ന സംഘടനാ ശൈലി ഉണ്ടായിരുന്ന സഹാബ് രാജു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിരിക്കാൻ അദ്ദേഹം നമ്മെ വിട്ടുപിടിച്ചത് തോമനെന്ന് പറഞ്ഞ രോഗമാണ് അദ്ദേഹത്തെ നമ്മളിൽ നിന്ന് അപകരിച്ചത്. രക്ഷപ്പെടുത്താൻ എല്ലാ മാർഗവും വൈദ്യശാസ്ത്രം നിറവേറ്റിയിരുന്നു എന്ന കാര്യവും ഞാൻ അവസരത്തിൽ ഓർമ്മിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരവ് അർപ്പിക്കാൻ ഞാൻ അവസരത്തിൽ സഹാബ് രാജ്യത്തിൻ്റെ പിതാവ് നമ്മളോടൊപ്പം മാതാപിതാക്കൾ എന്നും നമ്മുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നവരായിരുന്നു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിക്കുന്നു. അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്ന ആളായിരുന്നു സഹാബുകാരൻ. നമുക്കറിയാം, ഇവിടെ അയ്യപ്പദാസിനെ നിഷ്ഠൂരമായി കൊല ചെയ്ത ആ കൊലപാതകനെ നേരിടാൻ, ആ കേസ് കൈകാര്യം ചെയ്യാൻ, ആ കൊലപാതകങ്ങള് കോൺഗ്രസിന്റെ നേതൃത്വമാണ് ആ കൊലപാതകം നടന്നത്. അവരോട് പകരം ചോദിക്കാൻ പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ ജില്ലാ പാർട്ടി അന്വേഷിച്ച ആളെന്ന നിലയിൽ ഞാൻ പ്രത്യേകിച്ചും ഈ അവസരത്തിൽ ശ്രമിക്കുകയാണ്. സഹാബിന്റെ ചരമദിനമാണ്. സലാമിന്റെ വേർപാട് പീരുമേട് താലൂക്കിലെ പാർട്ടിക്ക് തീരാത്ത നഷ്ടമാണ് വരുന്നത്. സഹാബിന് ഇടുക്കി ജില്ലയിലെ പാർട്ടി എല്ലാ അർത്ഥത്തിൽ നയിക്കാനും ശക്തിപ്പെടുത്താനും
വലിയ സംഭാവന ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു കേരളമായിരുന്നു, ഒരു പാർട്ടി നേതാവായിരുന്നു സർവ്വ രാജു എന്ന കാര്യം ഞാൻ സ്മരിക്കുകയാണ്. സഹാബിന്റെ വേർപാടിനാൽ ഈ അനുസരണം ഈ സന്ദർഭത്തിൽ സഹാബിന്റെ സേവനം PTTയുടെ ശക്തിപ്പെടുത്തുന്നതിനുള്ള സംഭാവന, പീരുമേട് താലൂക്കിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് നൽകിയ സംഭാവന, CIQ എന്ന പ്രസ്ഥാനത്തെ ജില്ലയിൽ ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം ചെയ്ത സംഭാവന, ഇതെല്ലാം ഒരു വിലമതിക്കാൻ കഴിയാത്ത സംഭാവനയാണ് അദ്ദേഹം നൽകിയതെന്ന് ഞാൻ സ്മരിക്കുകയാണ്. സഹാബിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. സഹാബിന്റെ പിതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചെയ്യുന്നു. അതാ അദ്ദേഹത്തിനോട് നമുക്കുള്ള കടപ്പാടുകൾ ഞാൻ വ്യവസ്ഥപ്പെടുത്തുകയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നും ഈ പാർട്ടിയെ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തകരും ഓരോ പാർട്ടി നേതാക്കളും പ്രതിജ്ഞാബദ്ധതയോടുകൂടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും സ്വന്തം വർഗമായി അധ്വാനിക്കുന്ന വർഗത്തെ സംഘടിപ്പിക്കാനും അവകാശ സമരങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പോരാടാനും അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശത്രുവർഗത്തെ നേരിടുന്നതിന് തന്മയത്വത്തോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ഈ പാർട്ടിയുടെ നേതാക്കന്മാരും എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. സഹൗരായും ആ ഘടകത്തിൽ പ്രമുഖനായിരുന്നു ഇടുക്കി ജില്ലയിലെ പാർട്ടി നേതാക്കന്മാരിൽ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സഹം അയ്യപ്പദാസ് എന്ന് നമ്മളോടൊപ്പം ഇല്ല. അയ്യപ്പദാസിനെ കോൺഗ്രസ് സാമാജികന്മാർ അതും വലിയ സംഭാവന ഈ പാർട്ടിക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന സഹം അയ്യപ്പദാസിനെ നിഷ്ഠൂരമായി വകവരുത്തുകയാണ് ചെയ്തത്. വകവരുത്തേണ്ടി നമുക്കൊരിക്കലും മറക്കാൻ കഴിയുന്നത് ആ സംഭവങ്ങളോട് സഹാവ് രാജ്യവും സഹാക്കളും വളരെ ശക്തമായി പ്രതികരിച്ചു എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം സ്മരിക്കുകയാണ്. രാജ്യത്തെ വേർപാട് നമ്മുടെ പാർട്ടിക്ക് കിട്ടിയില്ല. പാർട്ടിക്ക് വലിയ സംഭാവന ചെയ്യേണ്ടിയിരുന്നതാണ്. ജില്ലാ സെക്രട്ടറി മെമ്പറെന്നതിനെ പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇതിലെ വലിയ ദോഷമാണ് വരുത്തിയിരിക്കുന്നത് കാര്യവും ഞാൻ ശ്രദ്ധിക്കുകയാണ്. എങ്കിലും പ്രിയമുള്ളവരെ, രാജ്യത്തെ പിന്മുറക്കാരായ നമ്മൾ, നിങ്ങളും ഞാനുമടക്കമുള്ള നമ്മൾ ഈ ജില്ലയിലെ പ്രസ്ഥാനം പൂർവാധിക ശക്തിയായി മുന്നോട്ട് പോവുക ഈ കാലഘട്ടത്തിൻ്റെ കർമ്മം നിറവേറ്റാൻ രാജ്യത്തിൻ്റെ പ്രസ്ഥാനം ഈ രാജ്യത്ത് നിന്ന് ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി പൊരുതാൻ ബാധ്യതപ്പെട്ട പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, വിദ്യാരാജ്യം എന്ന കേരളത്തെ പ്രതിസന്ധി നരേന്ദ്രമോദി മഹാത്മാഗാന്ധിയെ കൊന്ന സാമാജിക സംഘത്തിന്റെ പിന്മുറക്കാരൻ ഇന്ത്യ ഭരിക്കുന്നു. ഗാന്ധിജി മതം നടത്തിയ ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്യുന്ന സംഘം ഇന്ത്യ ഭരിക്കുന്നു എന്ന നാണക്കേടിലാണ് ഇന്ന് ഇന്ത്യയിൽ നിന്ന് വിട്ടിരിക്കുന്നത്. ഗാന്ധി ശിഷ്യന്മാർ നെഹ്റുവിന്റെ മകനും എല്ലാം ഇതിലും കിടന്നും നിരങ്ങി ഭരിച്ച് അവസാനം ഗാന്ധിജിയെ കൊണ്ട സാമാജികന്മാരുടെ കയ്യിൽ ഇന്ത്യയെ എത്തിച്ചു കൊടുത്ത ദുരന്തമാണ് ഇന്ത്യക്കാരായ നമ്മൾ, ദേശാഭിമാനികളായ നമ്മൾ ഇന്ന് നേരിടുന്ന കാര്യം ഒരു നാണക്കേടാണ് എന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം, ഇന്ത്യയുടെ ഭരണഘടന, ഇന്ത്യയുടെ മതനിരപേക്ഷത, ഇന്ത്യയുടെ വികസനത, ഇന്ത്യ വികസനത എന്ന് പറഞ്ഞാൽ ഹിന്ദു, മുസൽമാനും, ക്രിസ്ത്യാനിയും, സിഖുകാരും, പാർട്ടിയും, ജൈനന്മാരും, മതവിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം അടങ്ങുന്ന സമൂഹം ഇന്ത്യ മുന്നോട്ടുള്ള പ്രയാണത്തിൽ മുഖ്യ പങ്കാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷതയും ഭരണഘടനയും ജനാധിപത്യ സംവിധാനം വഹിക്കുന്നതെന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിന് ഭീഷണി ഉയർത്തുന്ന സംഘം ഗാന്ധിജിയെ കൊന്നവരുടെ സംഘത്തിന്റെ കയ്യിലാണ്. ഗാന്ധിജിയുടെ ശിഷ്യന്മാർ ഇന്ന് നരേന്ദ്രമോദി ആ ഗണത്തിൽപ്പെട്ട നാടാണ്. നരേന്ദ്രമോദിയുടെ കയ്യിലാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭാവി എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പല നാടുകളിലും ദുരന്തവും ലോകത്തിന്റെ മുമ്പിൽ ഇരുപത അപമാനം ഇന്ത്യക്ക് നേരിടാനില്ല എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുക. അതേ അപമാനമാണ്. കാരണം നാം എല്ലാ രാഷ്ട്രപിതാവ് അംഗീകരിക്കുന്ന
ഞാനും എന്റെ പ്രസ്ഥാനവും ഗാന്ധിയും സിദ്ധാന്തത്തോടൊന്ന് യോജിക്കാത്ത ആളാണ്. പക്ഷേ ഗാന്ധിജിയുടെ സേവനവും സന്നദ്ധതയും ത്യാഗവും അംഗീകരിക്കുന്നവർ തന്നെയാണ്. അതാണ് അദ്ദേഹത്തിന്റെ സംഭാവന. അദ്ദേഹത്തിന്റെ നിശ്ചിതമായി പോകുന്ന സംഘം ഇന്ത്യ ഭരിക്കുന്ന നാടകങ്ങളിൽ ഇന്ത്യയെ കൊണ്ട് എത്തിച്ചത് ഈ രാജ്യത്തെ കോൺഗ്രസ് ഗവൺമെന്റുകളാണ്. നെഹ്റുവിന് ശേഷം നെഹ്റുവിന്റെ മകളും മകളുടെ മകനും ഇതിലെ ശാസ്ത്രീയം ഇരുന്ന് കിടന്ന് നിരങ്ങി ഭരിച്ച് മഹാത്മാഗാന്ധി എന്ന രാഷ്ട്രപിതാവിനെ കശാപ്പ് ഗവൺമെന്റ് കയ്യിൽ ഇന്ത്യ എത്തിച്ചു കൊടുത്തിരിക്കുന്നു. അവരിന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്തെ ലക്ഷക്കണക്കിന് മതന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്തുകൊണ്ട് വർഗീയ ലഹലകൾക്ക് ലഭിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷതയുടെ ജനാധിപത്യ സംവിധാനത്തിനെതിരെ ഭീതി ഉയർത്തിക്കൊണ്ട് പ്രിയമുള്ളത് ഈ രാജ്യത്തെ അഹങ്കാരത്തോടുകൂടി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുഖത്ത് നോക്കി കൊഞ്ഞനെ കുട്ടി ഭരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ അമർഷത്തോടുകൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ബാധ്യത രാജ്യത്തിന്റെ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഈ രാജ്യത്തെ മതേതര ശക്തികള് മതനിരപേക്ഷ ശക്തികള് ഈ രാജ്യത്തെ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന മതനിരപേക്ഷവാദികള് പ്രിയമുള്ളവരെ ഇന്ത്യ രാജ്യത്തെ എങ്ങനെ രക്ഷിക്കാം, ഇന്ത്യയുടെ ഭരണഘടനയെ എങ്ങനെ രക്ഷിക്കാം എന്ന് വലിയ ഫാസിസത്തിന്റെ കടിയിൽ നിന്നും ഈ രാജ്യത്തിന്റെ ഭരണഘടന മതനിരപേക്ഷത ഈ രാജ്യത്തെ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഐക്യം അവരുടെ സംരക്ഷണം എങ്ങനെ ഉറപ്പു ചെയ്യാം എന്ന ഭീഷണിയാണ് രാജ്യം നേരിടുന്ന കാര്യം ഞാൻ നേതൃത്വത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഈ സാഹചര്യങ്ങളെ ഫലപ്രദമായ നേരിടാനുള്ള കർമ്മപരിപാടി ആവിഷ്കരിക്കുന്ന